ഓൺലൈൻ എഡ്ടെക് പ്ലാറ്റ്ഫോമായ കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC സെപ്റ്റംബർ 13 നിശ്ചയിച്ച കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ പരിശീലിക്കുന്നവർക്ക് ഇനി 27 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സിൽ പഠിച്ച പേപ്പറിൽ മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതാവുന്ന അപൂർവം ചില പരീക്ഷകൾപ്പെട്ട ഒരു പരീക്ഷയാണിത്. മറ്റു മിക്ക പരീക്ഷകൾക്കും 20 മാർക്കിനെങ്കിലും കൊമേഴ്സ് സിലബസിന് പുറമേ നിന്നുള്ളവ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ഉയരും. 20 മാർക്കിന് GK ചോദിക്കുന്ന പരീക്ഷകളെക്കാൾ കട്ട് ഓഫ് ഇത്തരം പരീക്ഷകൾക്ക് കൂടാറുണ്ട്. എങ്കിലും പരീക്ഷയ്ക്ക് പരിശീലിക്കുന്നവർക്ക് അവർ പഠിച്ച പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ പരിശീലനങ്ങൾ, അവരുടെ പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആവാറുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കൂടിയാണ് കേരളത്തിലെ. ആദ്യ പേര് ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന പേരിൽ 1953 ഡിസംബർ 1 സ്ഥാപിതമാവുകയും 1956 അത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയി പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടിയാണ് KFC എന്നത്. ഫിനാൻസ് സെക്ടറിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കൂടിയായ, ഇന്ത്യയിലെ ആദ്യത്തെ SFCU കൂടിയായ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 2024-25 സാമ്പത്തിക വർഷത്തിൽ 98.16 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് മുൻ വർഷത്തേക്കാൾ 32.56% കൂട്ടിയിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതുപോലൊരു സ്ഥാപനത്തിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നത് വളരെ ആകർഷകമാണ്. മാത്രമല്ല, വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇതുവരെ തയ്യാറാകാത്തവർക്ക് പോലും, കാരണം അവർ പഠിച്ച പേപ്പറുകൾ മാത്രമാണ് സിലബസ് ആയിട്ട് വന്നിട്ടുള്ളത്, ആ സിലബസ് തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ആൾറെഡി ഓഡിറ്റിംഗ് 10ാമത്തെ മൊഡ്യൂൾ 10 മാർക്കിനുള്ളവ മുഴുവൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും MCQ ക്വസ്റ്റ്യനുകൾ, അത് തന്നെ മിക്കതും CA ഇന്റർ, UGC നെറ്റ്, കൊമേഴ്സുമായി ബന്ധപ്പെട്ട കേരള PSCയുടെ മുൻകാല പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടെയുള്ളവയാണ് വെച്ചിട്ടാണ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളുടെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. കൂടാതെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇനി പഠിക്കേണ്ടവർ പഠിച്ചിരിക്കണം. വളരെ ചെറിയ സിലബസ് ആണ് ഈ പരീക്ഷയ്ക്ക് തന്നിട്ടുള്ളത്. അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് നൽകണം. നമ്മുടെ ഓരോ ക്ലാസ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താറുണ്ട്. PSC, UGC നെറ്റ്, സെറ്റ്, CA ഇന്റർ തുടങ്ങിയ മിക്ക പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കാം. അതിനുശേഷം OMR ടെസ്റ്റ് സീരീസുകൾ ചെയ്യുന്നത് ഈ സമയത്ത് നല്ലതാണ്. മാത്രമല്ല, ടൈം മാനേജ്മെന്റ്, നിലവിലെ PSC പരീക്ഷകൾ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്. ചില പരീക്ഷയ്ക്ക് വളരെയധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ചില പരീക്ഷകൾക്ക് ഒരു 10, 20, 30 എണ്ണമൊക്കെ കാണാറുള്ളൂ. 50, 60 ഒക്കെ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാകാറുണ്ട്. അത്തരം പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ അത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾക്ക് പരിചയം വേണം. സമയം ഒരുപാട് പോവാറുണ്ട്. മാത്രമല്ല, സമയം പോകുന്നത് മാത്രമല്ല, നെഗറ്റീവ് മാർക്ക് ഒരുപാട് അത്തരം ക്വസ്റ്റ്യൻസ് വഴി കയറി വരാറുണ്ട്. എക്സാം 50, 70, 90 എണ്ണമൊക്കെ നമ്മൾ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്തിറങ്ങും. ക്വസ്റ്റ്യൻ കീ വരുമ്പോഴാണ് യഥാർത്ഥ അതിൻ്റെ ഫലം നമ്മൾ കാണാം. മിക്ക ക്വസ്റ്റ്യൻ നെഗറ്റീവ് തെറ്റായിരിക്കും. അതുവഴി കിട്ടിയ മാർക്കെല്ലാം നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നൊരവസ്ഥയൊക്കെ എത്തും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ. പരീക്ഷ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ലെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകളാകുമ്പോൾ അതിൻ്റെ ആൻസറുകൾ കൃത്യതയോടെ എഴുതുക എന്നത് പ്രത്യേകം പരിശീലനം കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ, ഓരോ ദിവസത്തെയും പ്രത്യേക ടൈം ടേബിളോട് കൂടിയിട്ട് ഓരോ അറിയാത്ത അല്ലെങ്കിൽ വലിയ ഐഡിയ ഇല്ലാത്ത പേപ്പറുകൾ കൂടുതൽ സമയം നൽകിയിട്ട് ആണ് ഇനിയുള്ള സമയം നാം മുന്നോട്ട് പോവേണ്ടത്. അത്തരത്തിലുള്ള വളരെ ഷോർട്ടായിട്ട് ഓരോ ക്ലാസ്സും ആവറേജ് 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ മാത്രമാണ് നാം പോസ്റ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്.
എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്താലും മതി. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.